AMMA. ഞാൻ അങ്ങനെയാണ് എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയാറ്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ പറയും നിനക്കെന്താടാ അമ്മ എന്ന് പറഞ്ഞാൽ. AMMA, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്. അങ്ങനെ തന്നെയല്ലേ? പിന്നെ ഇപ്പോൾ അമ്മ എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. കാരണം അമ്മേൻ്റെ മക്കളൊക്കെ തമ്മിൽ അടിയാണ് ഇപ്പോൾ. ഒരു സൈഡിൽ സിനിമാക്കാർ മൂവി റിവ്യൂവേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നു, എസ്പെഷ്യലി അശ്വന്ത് കോക്കും ബാക്കി സീനുകളൊക്കെ നിങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് നിങ്ങൾ. ഇപ്പോൾ AMMA അസോസിയേഷൻ അതൊരു വെൽഫെയർ സംഘടനയാണ്. ഒരു എന്താ പറയുക, കുറേ അധികം ആളുകൾക്ക് വളരെ നല്ല രീതിയിലുള്ള ലൈഫ് സപ്പോർട്ട് കിട്ടുന്ന, അതായത് പ്രൊഫഷനിൽ നിന്ന് മാറി ആക്ടിങ്ങിൽ നിന്ന് മാറി ഇപ്പോൾ അവരുടെ ആ ഒരു വയസ്സായ സമയത്ത് അവർ ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കുന്ന ഒരു അസോസിയേഷനായിട്ട് മലയാളികളുടെ മുന്നിൽ, ആർട്ടിസ്റ്റുകളുടെ മുന്നിലുള്ളത്, മൂവി ആർട്ടിസ്റ്റുകളുടെ മുന്നിൽ AMMA എന്ന് പറഞ്ഞ അസോസിയേഷനാണ്. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഈ ഇടവേള ബാബു അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറി ഇതിൻ്റെ 32ാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്ന സമയത്ത്, അതിനിടയിൽ ഹേമ കമ്മിറ്റിയൊക്കെ വന്നത്, അതിൻ്റെ തുടർന്നുണ്ടായ എല്ലാവരുടെയും സ്ഥാനങ്ങളിൽ നിന്ന് അവർ മാറിപ്പോയതും, പിന്നെ അഡോക് കമ്മിറ്റി വന്നതും, അതിനുശേഷം 32ാമത് എക്സിക്യൂട്ടീവ് വന്നതും ഒക്കെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച് ഗ്രൂപ്പിസം തുടങ്ങി. ഇവിടുത്തെ സാധാരണ നോർമൽ പൊളിറ്റിക്സിലുള്ളതിനേക്കാൾ വലിയ പൊളിറ്റിക്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ടിനി ടോമും അൻസിബയും തമ്മിലാണ് ഇപ്പോഴത്തെ വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത്. അൻസിബ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാൻ കഴിഞ്ഞ ന്യൂസ് വെച്ച് നോക്കിയാൽ AMMA അസോസിയേഷനിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് അൻസിബ. ഓക്കെ, അപ്പോൾ AMMA അസോസിയേഷനിൽ നിന്ന് അൻസിബ രാജിവെക്കുമ്പോൾ അൻസിബ ഈ AMMA അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബനെ എല്ലാവരും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്താണ്, ഓപ്പോസിറ്റ് ആരും നിന്നിട്ടൊന്നുമില്ല. അൻസിബ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നു, അൻസിബ ജയിച്ചിട്ട് പോരുന്നു. ഓക്കെ, ആൻഡ് പ്രസിഡൻറ്റ് ശ്വേതാ മേനോനാണ്, വൈസ് പ്രസിഡൻറ്റ് ജയൻ ചേർത്തല ആൻഡ് ലക്ഷ്മി പ്രിയ ആണ്, പിന്നെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനാണ്, ട്രഷറർ ഉണ്ണി ശിവപാൽ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയാൻ കാരണം ഇപ്പോൾ പലരും ആ സ്ഥാനത്തില്ല. അൻസിബ മാറി, ഉണ്ണി ശിവപാലിനെ മാറ്റി. അപ്പോൾ അങ്ങനെ 32ാമത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് വിഷയങ്ങൾ നടക്കുന്നത്. അതിൽ തന്നെ ഭയങ്കര ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് ടിനി ടോമിൻ്റെയും അൻസിബേൻ്റെയും പരസ്പരം ഉള്ളത് പറഞ്ഞു കേൾക്കുന്നത്. രാജിവെച്ച അൻസിബ പറയുന്നു, അൻസിബയ്ക്കെതിരെ ജിഹാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു, അതായത് മതം പറഞ്ഞ് അധിക്ഷേപിച്ചു. അതല്ലാതെ അവിഹിത കഥകൾ അൻസിബേനെ വെച്ച് പലരുടെയും കൂട്ടത്തിൽ കൂട്ടി പല രീതിയിലുള്ള കുൽസിത അവിഹിത കഥകൾ പറഞ്ഞു നടക്കുകയാണ് ടിനി ടോം. ആൻഡ് ഇതെല്ലാം അൻസിബയിലേക്ക് എത്തിയത് നീന വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് വേറൊരു സീനുണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ആ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചെങ്കിൽ, ലക്ഷ്മിപ്രിയയും നീനയും തമ്മിൽ ഒരു ക്ലാഷ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ മാസങ്ങൾക്ക് മുമ്പ്. അതിൻ്റെ ഒരു ഓഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോനകത്ത് തന്നെ വളരെ വളരെ വ്യക്തമായിരുന്നു ഈ എക്സിക്യൂട്ടീവിനകത്ത്, ഈ EC കമ്മിറ്റിക്കകത്ത് തന്നെ അതിഭീകരമായ ഈഗോ ഇഷ്യൂസും കോംപ്ലക്സും ഇവരൊക്കെ തമ്മിലുള്ള ബോണ്ടിങ് ഒന്നും ഒരു തേങ്ങയില്ല. ബാക്കി നടക്കുന്നതൊക്കെ ഈ പറഞ്ഞ ഈഗോ ക്ലാഷുകളാണെന്നുള്ളത്. അവിടെയാണ് എനിക്ക് ഇതിൻ്റെ ഒരു തുടക്കം മനസ്സിലാവുന്നത്. ഈ ലക്ഷ്മിപ്രിയയും നീന തമ്മിലുള്ള ചീത്ത വിളി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് അതിന്ന് തുടങ്ങാം, നമുക്ക് ഒന്നിന്ന് തുടങ്ങാം. അത് കുറച്ച് വലിയ വീഡിയോ, ബട്ട് സ്റ്റിൽ കേൾക്കുന്നവർക്ക് ആദ്യം മുതൽ കാര്യങ്ങൾ മനസ്സിലാവട്ടെ. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി കഴിയുന്നു, അതിൻ്റെ വിഷയങ്ങൾ കാരണം കുറേ പേര്, മോഹൻലാൽ പോകുന്നു, ഇടവേള ബാബു പോകുന്നു, പിന്നെ പലർക്കും കേസ്, സിദ്ദിഖ് പോകുന്നു, അങ്ങനെ കുറേ പേർക്ക് കേസ് വരുന്നുണ്ട്. അങ്ങനെ കുറേ പേര് ആ വഴിക്ക് അങ്ങനെ കേസും കാര്യങ്ങളുമായിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ വരുന്നു. ലാസ്റ്റ് അഡോക് കമ്മിറ്റി ആവുന്നു. അഡോക് കമ്മിറ്റിയിൽ നിന്ന് അമ്മയുടെ 32ാമത് എന്തായി, ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് കൂടുന്നു. ആ എക്സിക്യൂട്ടീവാണ് ഇപ്പോൾ സൈഡിൽ നിങ്ങൾ കാണുന്നത്. അതിൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ലക്ഷ്മിപ്രിയയും നീനയും തമ്മിലാണ്. നീനാക്കുറുപ്പേ മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെക്കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങളെ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. നിങ്ങൾ കരയും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ.
നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റയൊരുത്തി ഇലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരെ നിങ്ങൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടുണ്ടല്ലോ, ഈശ്വരനാണ്, നീനാക്കുറിപ്പല്ല ലക്ഷ്മിപ്രിയയുടെ ജാതകം എഴുതുന്നത്. മനസ്സിലായോ? നീനാക്കുറിപ്പിന് ഒരു കുണ്ടേ സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങൾ ഈ ഇത്രയും വലിയൊരു പ്ലാനറ്റിൽ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ്, നമ്മൾ ആരാണ്, അത് നിങ്ങൾ വിചാരിക്കണം. നിങ്ങളുടെ പിന്നെ അങ്ങനെ ഒരു തവളയ്ക്കൊരു വിചാരമുണ്ട്, പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗ്ഗലോകം എന്ന്. നിങ്ങൾ എന്താ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു, മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, അതിലിടപെടുന്നു, ഇതിലിടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഈ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ സ്ത്രീയെ? ഓക്കെ, ലക്ഷ്മിപ്രിയയുടെ ഈ ഒരു വോയിസ് വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നു, ലീക്ക് ആവുന്നു. ഇതിന് നീനാക്കുറുപ്പ് റിപ്ലൈ കൊടുക്കുന്നു, ലക്ഷ്മിപ്രിയയുടെ വോയിസിന് ലക്ഷ്മിപ്രിയന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ഇറ്റ്സ് ക്വൈറ്റ് എവിഡൻറ്റ്. അതായത് ഇവരൊക്കെ തമ്മിലുള്ള വിഷയങ്ങൾ. അതായത് അതിൽ തന്നെ നീനാക്കുറുപ്പ് എന്ന് പറഞ്ഞ ഫാക്ടർ നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഇത് വെച്ച് തന്നത് നിങ്ങൾക്ക്. ഇനി നമുക്ക് ടിനി ടോം ആൻഡ് ദിസ് അൻസിബ ഹസൻ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ ഓഫീസ് സ്റ്റാഫ് ആയിരുന്ന ഒരു ലേഡി, AMMA അസോസിയേഷൻ്റെ ഓഫീസ് സ്റ്റാഫ് ആയിരുന്ന ലേഡി, ആ ലേഡിയെ കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാൽ, എസ്പെഷ്യലി ഉണ്ണി ശിവപാലും കൂടി ചേർന്ന് നടത്തിയ വലിയ അതിഭീകരമായ വർക്ക് പ്ലേസ് ഹരാസ്മെൻറ്റ്, അതിൻ്റെ ഒരു കേസും കൂട്ടങ്ങളും വിഷയങ്ങളും ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം മീഡിയ അടക്കം ഡിസ്കസ് ചെയ്തതാണ്. ആ ലേഡി മീഡിയയുടെ മുന്നിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ഉണ്ണി ശിവപാലിനെ ഇവർ മാറ്റിയിട്ടുമുണ്ട്. ഓക്കെ, ഇതിൻ്റെ സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. ആൻഡ് അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ സെറ്റിലായി എന്നുള്ളതിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ഇല്ല. ഫൈൻ. അപ്പോൾ ഓഫീസ് സ്റ്റാഫിനും ഈ അതികൊടൂരമായിട്ടുള്ള ഇവരുടെ ഈ ഈഗോ ക്ലാഷുകളുടെ ഇടയിൽ നിന്നിട്ടുള്ള ഒരു എന്താ പറയുക വർക്ക് സ്പേസ് എൻവയോൺമെൻറ്റ് അടക്കം അത്രയും പൊട്ടയായി ആൻഡ് വളരെ മോശമായ രീതിയിലുള്ള ബിഹേവിയർ ഫേസ് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് അവർ പുറത്തു നിന്ന് കാര്യങ്ങൾ പറഞ്ഞത്. അതും ഡിഫെൻഡ് ചെയ്യാൻ ഈ അമ്മയുടെ എക്സിക്യൂട്ടീവ് ഭയങ്കരമായിട്ട് പാടുപെട്ടുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി കമ്മിങ് ടു ദിസ്, അൻസിബ പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ആൻഡ് അൻസിബയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചത് നീനാക്കുറുപ്പാണ്. ഇവിടെ ഏത് വിഷയം ഉണ്ടായാലും നീനാക്കുറുപ്പിൻ്റെ ഒരു പ്രസൻസ് ഭയങ്കരമായിട്ട് വിസിബിളാണ്. ഈ അമ്മ ഓഫീസിലുണ്ടായിരുന്ന ആ ഓഫീസ് സ്റ്റാഫ് ലേഡി, ആ വിഷയത്തിലാണെങ്കിൽ പോലും ഈ നീനാക്കുറുപ്പിൻ്റെ വോയിസാണ്, അതായത് ഇതിൻ്റെ എന്തോ സെറ്റിൽമെൻറ്റ് പറയാൻ വേണ്ടി നീനാക്കുറുപ്പ് ഈ ലേഡിയെ വിളിച്ചതിൻ്റെ വോയിസാണ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. സോ നീനാക്കുറുപ്പ് ഈസ് എ ഫാക്ടർ. ഓക്കെ, ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു ഫാക്ടർ നീനാക്കുറുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ലക്ഷ്മിപ്രിയ മുതലുള്ള വിഷയങ്ങൾ നീനാക്കുറുപ്പായിട്ടുള്ളത് വെച്ച് തന്നതും ഇപ്പോൾ ഈ ഓഫീസ് സ്റ്റാഫിൻ്റെ ഈ ഒരു കേസിൻ്റെ വിഷയം ലൈറ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഞാൻ ആ ഓഫീസ് സ്റ്റാഫിൻ്റെ വിഷയം കൂടുതൽ എടുത്ത് വെക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനിയും നീളം കൂടിയ വീഡിയോ. അപ്പോൾ കമ്മിങ് ടു ദിസ്, അൻസിബ ഹസനെ ഈ പറഞ്ഞ ടിനി ടോം ഏതൊക്കെ രീതിയിലാണ് ഹരാസ് ചെയ്തത് എന്നുള്ളത് അൻസിബ പറയുന്നുണ്ട്. അതിലേക്ക് പോവാം. ഈ കമ്മിറ്റിയിൽ എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വന്നത് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഈ കമ്മിറ്റിയിൽ കയറിയിട്ട്. അപ്പൊ നമ്മളൊരു കമ്മിറ്റി ആവുന്ന സമയത്ത് എല്ലാവർക്കും ഓരോ അഭിപ്രായം ആവണമെന്നില്ല എല്ലാ കാര്യങ്ങളിലും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ വ്യക്തിവൈരാഗ്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ അവിഹിതം ഉണ്ടാവാൻ ബാക്കി ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊന്നും എന്നോടല്ല പറയുന്നത്, മറ്റു പലരോടും പറഞ്ഞിട്ട് മറ്റു പലരും എന്നോട് വന്ന് പറയുന്നു. ഞാനത് സഹിച്ചു. കാരണം ഒരു പെണ്ണിനെ മോശക്കാരിയാക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വേ ആണത്. ഒരു പെണ്ണിനെ തകർക്കാൻ ഏറ്റവും എളുപ്പം അവിഹിത ആരോപണമാണല്ലോ, അല്ലെങ്കിൽ ഏറ്റവും ഒരു ചീത്ത രീതിയിലാക്കി വെക്കാൻ ഏറ്റവും എളുപ്പം അതാണ്. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ വിട്ടു, പോട്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം ഉണ്ടായത്, ഞാൻ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ ഉൾപ്പെടെയുള്ളവരെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് സമാധാനമായി. ഇത്രയൊക്കെ പറയുന്ന ആളുടെ കൂടെയൊക്കെ ഞാൻ എങ്ങനെയാണ് ഒരു കമ്മിറ്റിയിലിരിക്കുക? അറപ്പൊന്നുമില്ലേ? നമ്മുടെ പല മെമ്പേഴ്സിന്റെ ഇടയിലും ഇരുന്ന് പറഞ്ഞു, അത് കേട്ടു എന്ന് എന്നോട് വന്ന് പറഞ്ഞത് നീനാക്കുറുപ്പ് ചേച്ചിയാണ്. ഇതേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള നീനാക്കുറുപ്പ് ചേച്ചി അൻസിബയോട് പറഞ്ഞു ടിനി ടോം ഇങ്ങനെ പലരോടും സംസാരിക്കുന്നുണ്ട് എന്ന്. അതെ, നീനാക്കുറുപ്പ് ചേച്ചി പറഞ്ഞ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അൻസിബ സംസാരിച്ചതെന്നാണ് അൻസിബ ന്യൂസുകാരോട് പറയുന്നത്. ബൈ ദ വേ, ഈ നീനാക്കുറുപ്പ് ചേച്ചിക്കും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഈ പറഞ്ഞ ടിനി ടോമിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി അവരൊരു കംപ്ലൈൻറ്റ് അമ്മയിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ അറിയില്ല. ഇനി അത് ന്യൂസിൽ ഇവന്മാർ തന്നെ പുറത്ത് വിടട്ടെ. ഒരു വെൽഫെയർ സംഘടനയാണ്. ഓക്കെ, അതിലെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സംഘടന. കുറേ കാലം ഈ പറഞ്ഞ ഇടവേള ബാബു
അങ്ങേര് ഇതിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് സെക്രട്ടറി ആയിട്ട് ഇരുന്നുകൊണ്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നുകൊണ്ട് അങ്ങേര് കുറേ കാലം ഈ വണ്ടി ഉന്തി കൊണ്ടുപോയിട്ടുണ്ട്. അതിനിടയിൽ മോഹൻലാലും ഇന്നസെൻറ്റുമായിട്ട് പലരും പ്രസിഡന്റ് സ്ഥാനത്തും പോയിട്ടുണ്ട്. ഇത്രത്തോളം വിസിബിൾ ആയിട്ടുള്ള ഒരു അടിയോ പ്രശ്നങ്ങളോ ഒന്നും വന്നുണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല. ഓക്കെ, ദിലീപ് വിഷയം വന്നപ്പോഴൊക്കെയാണ് വീണ്ടും കുറേ സാധനങ്ങൾ കത്തിപ്പൊകഞ്ഞു വന്നത്. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സമയത്ത് ഇതിപ്പോൾ അതിൽ നിന്നൊക്കെ മാറി സ്ത്രീകൾ ഇതിൻ്റെ തലപ്പത്ത് വരുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ബെൽറ്റിന് ഓക്കെ, ആ ബെൽറ്റ് വിസിബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ബെൽറ്റിൽ ബാബുരാജ് ഉണ്ട്, ടിനി ടോം ഉണ്ട്, അതിനകത്ത് ഇടവേള ബാബുവിനെ അവർ കൊടുന്ന് വെക്കുന്നുണ്ട്. സോ ഒരു ബെൽറ്റിന് ഈ മാറ്റം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ളൊരു തോട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അൻസിബേനെ കുറിച്ച് പറഞ്ഞു നടന്നു എന്ന് നീനാക്കുറുപ്പ് പറയുന്ന കാര്യങ്ങളിൽ തെളിവ് നീനാക്കുറുപ്പിന് വേണം, ഇല്ലെങ്കിൽ ഇതൊരു ഹിയർസേ മാത്രമായിട്ടാണ് മാറുള്ളൂ. അൻസിബയ്ക്ക് ഇതൊരു ഹിയർസേ ആണ്, കാരണം നീനാക്കുറുപ്പ് പറഞ്ഞാണ്. നീനാക്കുറുപ്പിന് അറിയണം ഇത് ആരുടെ അടുത്ത് ഏത് സിറ്റുവേഷനിലാണ് ഇത് ടിനി ടോം പറയുന്നത് നീനാക്കുറുപ്പ് കേട്ടത് എന്നുള്ളത്. ഓക്കെ, നീനാക്കുറുപ്പ് കേട്ടതാണല്ലോ ഹൻസിബയിൽ എത്തിച്ചത്. ആൻഡ് ഇതുപോലുള്ള വർഗീയ പരാമർശങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് ടിനി ടോം എന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഒരു തോന്നൽ വരും, അതെന്താ ഇതിപ്പോൾ അൻസിബേനോട് മാത്രം ടിനി ടോം ഇങ്ങനെ പറയാനുള്ള ഒരു റീസൺ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ. അവിടെയാണ് അൻസിബ അമ്മ അസോസിയേഷൻ്റെ AMMA അസോസിയേഷൻ്റെ ഫാമിലി ഗെറ്റ് ടുഗെദറിൻ്റെ സമയത്ത് ഇവർക്കൊരു ടൈറ്റിൽ സ്പോൺസറായിട്ട് വന്ന അമ്പലമാണ്. ഒരു അമ്പലത്തിൻ്റെ ഒരു ടൈറ്റിൽ സ്പോൺസർ വന്ന സമയത്ത് എന്തിനാണ് ഈ പറഞ്ഞ മതപരമായിട്ടുള്ള സ്പോൺസർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചത് മുതലാണ് അൻസിബയ്ക്ക് ഈ വർഗീയത കലർന്ന പരാമർശങ്ങൾ ഇയാൾ പലരോടും പറഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വന്നത്. പ്ലസ് അത് മാത്രമല്ല, ഈ EC-യിൽ ഈ എക്സിക്യൂട്ടീവിൽ അൻസിബ പല കാര്യങ്ങളെയും എതിർക്കുന്ന സമയത്ത് അൻസിബയിലേക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള അൻസിബയെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പലരുടെ പേര് പറഞ്ഞും അവിഹിത കഥകൾ പറഞ്ഞു നടക്കുന്നു ടിനി ടോം എന്നാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു നീനാക്കുറുപ്പ് ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്, അത് നീനാക്കുറുപ്പുമായിട്ട് ടിനി ടോമിനുള്ള ഇഷ്യൂലാണ്. അല്ലാതെ അൻസിബയെ പറഞ്ഞു നടന്നത് ആരോട് പറഞ്ഞു, എവിടെ പറഞ്ഞു, ഏത് സാഹചര്യത്തിൽ എപ്പോൾ പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് നീനാക്കുറുപ്പ് എവിടെയും പറയുന്നില്ല. അത് അൻസിബയ്ക്ക് അറിയില്ല. പക്ഷെ അൻസിബ ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടത്തിലായി, ഭയങ്കര പൊട്ടി. അവർ പിന്നെ ഈ പറഞ്ഞ ടിനി ടോമുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ അവർ മാറി അസോസിയേഷനിൽ തന്നെ രാജിവെച്ച് പോകുന്നു. ദിസ് ഈസ് എ സിറ്റുവേഷൻ. ഓക്കെ, ഇതിലിപ്പോൾ ബ്ലൈൻഡായിട്ട് വന്നിട്ട് ടിനി ടോം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ നമ്മളെ കയ്യിലും എവിഡൻസ് ഇല്ല, അൻസിബയുടെ കയ്യിലും എവിഡൻസ് ഇല്ല. നീനാക്കുറുപ്പാണ് ഇതിൽ എക്സ് ഫാക്ടർ. തുടക്കം മുതലേ ഈ നീനാക്കുറുപ്പാണ് എല്ലാത്തിനും എക്സ് ഫാക്ടറായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത വോയിസ് കേൾക്കാം. നീനാക്കുറുപ്പ് ചേച്ചി ഒഫീഷ്യലി അമ്മയിലേക്ക് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതിയും അയച്ചിട്ടുണ്ട്. ടിനി ടോമിനോട് ഇക്കാര്യം ചോദിച്ചുവോ? ഞാൻ പോയിട്ടില്ല. എങ്ങനെ ചോദിക്കാൻ തോന്നും ഒരാൾക്ക്? നമ്മൾ ഇത്രയും നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് വ്യക്തിവൈരാഗ്യം കാരണം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ മറ്റു പലരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നീനാക്കുറുപ്പ് ചേച്ചിയാണ് എന്നോട് ഇത് വന്ന് പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും അത് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു പറയാൻ അയാൾക്ക് എങ്ങനെ തോന്നി എന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. എന്റെ പേര് അൻസിബ ഹസൻ ഉള്ളത് കൊണ്ട് മാത്രമല്ല അങ്ങനെ പറയണത്. എന്താണ് ടിനി ടോമിന് അൻസിബയോട് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്ന എന്തെങ്കിലും സാഹചര്യം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏറ്റവും വലിയ കോമഡി, ആ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് പല കാര്യങ്ങൾക്കും എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഞാൻ എപ്പോഴും അഭിപ്രായം പറയുന്ന ആളാണ്. അപ്പൊ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായം അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. എനിക്കത് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ അംഗീകരിക്കാറുള്ളൂ അത് കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ പല അഭിപ്രായങ്ങൾക്കും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടില്ല. എനിക്ക് എതിരെ അഭിപ്രായം ഞാൻ എതിര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മയിലുള്ള മിനിറ്റ്സ് എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും ഞാൻ എന്തിനെല്ലാം എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തിനെല്ലാം ഞാൻ എല്ലാവരും പറഞ്ഞ അഭിപ്രായത്തോട് യോജിച്ചിട്ടുണ്ട് എന്നുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലൊക്കെ ഇതുപോലെ ബഹളം ഉണ്ടാക്കുക, അനാവശ്യ വാക്കുകൾ പറയാ. നീനാക്കുറുപ്പ് ചേച്ചിയുടെ പരാതി ഓൾറെഡി പ്രസിഡന്റിനും സെക്രട്ടറിക്കും എത്തിയിട്ടുണ്ടാവും. അത് കുറെ മുന്നേ തന്നെ നീനാക്കുറുപ്പ് ചേച്ചി പരാതി ഇട്ടിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. അതില് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ടിനി ടോം ചേട്ടൻ എന്തൊക്കെയാണ് നീനാക്കുറുപ്പ് ചേച്ചിയെ വിളിച്ചതെന്ന്. അസഭ്യ വാക്കുകൾ, മലയാളത്തില് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണ് അതൊക്കെ തന്നെയാണ് വിളിച്ചത്. നീന ചേച്ചിയോട് ചോദിക്കുന്നതായിരിക്കും കൃത്യമായിട്ടുള്ള അതിനുള്ള ഉത്തരം കിട്ടുക. അന്ന് ആരൊക്കെ പിടിച്ചു മാറ്റിയത് കൊണ്ടാണ് അന്ന് അതിന്റെ മുകളിലോട്ടൊരു പ്രശ്നം ഉണ്ടാവാതിരുന്നത്. എന്തായാലും ഇതെല്ലാം കണ്ട് ആൾക്കാരും അവിടെ ഉണ്ട്, കേട്ട ആൾക്കാരും ഉണ്ട്. കുടുംബസംഗമത്തിന്റെ തലേ ദിവസം രാത്രി 11 12 മണിക്കെങ്ങാണ്ട് നടന്ന വിഷയമാണത്. അൻസിബ കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നുവോ? അടിക്കാൻ വേണ്ടി ഓങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത്. ടിനി ടോം, ഞാൻ ഇതിനു മുമ്പ് ടിനി ടോമിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്,
ഞാനൊക്കെ ഇങ്ങനെ എയർ പോയി വരുള്ളൂ. ഇയാൾ കംപ്ലീറ്റ് എയറിൽ നിൽക്കുന്ന ഒരാളാണ് പല വിഷയങ്ങൾ കാരണം. ഈ അടുത്ത് മകൻ്റെ കാര്യത്തിൽ വരെ എയറിൽ പോയി. അത് കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇയാൾ എയർ പോകുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇയാൾ പുറത്ത് മീഡിയയുടെ മുന്നിൽ വന്ന് പറയുന്ന ഒരു നല്ല കുട്ടി ഇമേജ് ആണോ ഇയാൾക്ക്, അല്ലെങ്കിൽ ഇവർ പറയുന്ന രീതിയിൽ തെറി വിളിക്കുന്ന, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പ്രൊവോക്ക് ആവുന്ന, ഇപ്പോൾ അൻസിബയുടെ മതം പറഞ്ഞ അൻസിബയെ എന്താ പറയുക ജിഹാദി എന്ന് വിളിച്ച് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ നടക്കുന്ന ഒരാളെന്ന് പറഞ്ഞ രീതിയിൽ സംസാരിക്കുന്ന, ഈ ഒരു ലേഡിയെക്കുറിച്ച് അവിഹിത ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയെന്ന് പറഞ്ഞാൽ അവരെ കുറിച്ചിട്ട് മോശം കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ക്ലാരിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ അതിന് തെളിവുകൾ വേണം, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അതൊന്ന് കൺഫസ് ചെയ്യണം. ഇപ്പം നീനാക്കുറുപ്പ് ആണിത് പറഞ്ഞതെന്ന് അൻസിബ പറയുമ്പോൾ നീനാക്കുറുപ്പ് പറയണം, എഗെയിൻ നീനാക്കുറുപ്പ് പറയണം ആരോടൊക്കെ പറഞ്ഞു. ആ പറഞ്ഞവർ വന്നിട്ടും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിനി ടോമിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം കിട്ടും. ടിനി ടോം ഒരു നല്ല പുള്ളിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, മനസ്സിലായോ? അയാൾക്കും ഈ പറഞ്ഞ രീതിയിലുള്ള ഷെയ്ഡുകൾ കാണാതിരിക്കുകയൊന്നുമില്ല. കാരണം പല വിഷയങ്ങളിലായിട്ട് ഏറെക്കുറെ അത് പുറത്ത് വന്നും വരാതെയൊക്കെ ഇരുന്നതാണ്. മൂപ്പര് പല ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് ലഹരിക്കെതിരെ തള്ളി മറിക്കുമ്പോഴും അങ്ങനെ ഇങ്ങനെയും കാണിക്കുമ്പോഴും അങ്ങനത്തെ പല വിഷയങ്ങളിലും നമ്മളത് ശ്രദ്ധിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ, മകൻ്റെ കേസ് വന്നപ്പോൾ പിന്നെ അന്ന് മകൻ്റെ കയ്യിൽ നിന്നല്ല എന്നുള്ളത് പോലീസ് സാധനം വന്നതുകൊണ്ട് തന്നെ അയാൾ എസ്കേപ്പായി പോയി അത്. പക്ഷേ ഇപ്പം ഈ വിഷയങ്ങൾ നടക്കുമ്പോൾ മകൻ്റെ വേറൊരു വിഷയം കുത്തിപ്പൊങ്ങി വരുന്നുമുണ്ട്. ഒരിടയ്ക്ക് വന്ന് പിന്നെ സോഷ്യൽ മീഡിയയിൽ എവിടെയും കാണാത്ത രീതിയിൽ അങ്ങോട്ട് എടുത്തു കളയപ്പെട്ട ടിനി ടോമിൻ്റെ മകൻ്റെ തെറിവിളി പരിപാടികളൊക്കെ ഇന്നലെ മുതൽ കയറി വരാൻ തുടങ്ങി. അപ്പോൾ അതും ഇതിൻ്റെ സൈഡിൽ കൂടി പോകുന്നുണ്ട്. അതും കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അൻസിബ പറയുന്നത് ചെറിയ കാര്യങ്ങളല്ല. നീനാക്കുറുപ്പ് ചേച്ചി അൻസിബയോട് പറഞ്ഞ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതൊരു വ്യക്തി ഒരിക്കലും മതം വെച്ചിട്ട് അവരെ അധിക്ഷേപിക്കാനോ ആക്ഷേപം നടത്താനോ അവരെക്കുറിച്ച് കള്ളപ്രചരണങ്ങൾ നടത്താനോ പാടില്ല എന്നുള്ളൊരു സ്റ്റാൻഡുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അൻസിബ ഹസൻ എന്നുള്ളത് ഒരു മുസ്ലിം നാമധാരിയായ ഒരു വ്യക്തി ആയതുകൊണ്ട്, ആ വ്യക്തിയുടെ മതം മുസ്ലിം മതം ആയതുകൊണ്ട് അവരെക്കുറിച്ച് ഈ എക്സ്ട്രീമിലുള്ള കാര്യങ്ങൾ മതപരമായിട്ട് പറഞ്ഞു നടക്കുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഒരു ലേഡിയെ കുറിച്ചിട്ട് അവർക്ക് അവിഹിത ബന്ധമുണ്ട് മറ്റേതെന്ന് പറഞ്ഞു നടക്കുന്നതും അതൊന്നും ശരിയല്ല. ആക്ച്വലി ഇതൊക്കെ എന്താ പറയുക, ലാസ്റ്റ് ഇത് കോമഡി ആയിരിക്കും. ഇവർ വീണ്ടും AMMA അല്ലേ, അവരമ്മയും മക്കളൊക്കെ ഒന്നായി നായിൻ്റെ മക്കൾ നമ്മൾ പുറത്താവും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ടിനി ടോം വന്നിട്ടുണ്ടായിരുന്നു. ടിനി ടോമിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കാം. ഈ രാജി കത്ത് കൊടുത്തത് ഫെബ്രുവരി 21 തീയതിയാണ് മെയിൽ വന്നത്. പക്ഷെ 22 തീയതി തിരിച്ചയച്ചിട്ടുണ്ട്. ഇപ്പൊ രാജിവെക്കരുത്, GS ഇവിടുത്തെ ജനറൽ സെക്രട്ടറി തിരിച്ചയച്ചിട്ടുണ്ട്. രാജിവെക്കരുത്, ജനറൽ ബോഡി വരെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് പുള്ളിക്കാരി അയച്ചത് ഡെലിറ്റ് ചെയ്തു. അതിനുശേഷം മാർച്ച് 2 ഞങ്ങളുടെ EC മീറ്റിംഗിലും ഇത് പറഞ്ഞിട്ടില്ല, രാജിവെച്ചു എന്നുള്ളത്. പിന്നെ മെയ് 12 EC മീറ്റിംഗിൽ ഇങ്ങനെ രാജിവെച്ചു എന്നുള്ളൊരു കാര്യം അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് സ്പീക്കറിൽ ഇട്ടു. എന്നിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു എന്താ രാജിവെക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോ എന്റെ സ്വന്തമായിട്ടുള്ള എന്തുണ്ടെങ്കിലും തുറന്നു പറയണമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ടുള്ള തിരക്കുകൾ കാരണമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മുടെ സെക്രട്ടറിയും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ട് ഒന്നുമില്ല, എന്റെ പേഴ്സണൽ തിരക്കുകളും കാരണമാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പെട്ടെന്ന് ഇന്ന് ക്യാമ്പ് കിടക്കായിരുന്നു, മെഡിക്കൽ ക്യാമ്പ് കിടക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു പെട്ടിത്തെറി പോലെ. ഞാനിവിടെ സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, പ്രസംഗിക്കുന്നവനല്ല. നിങ്ങളുടെ മുന്നിൽ ഇതുവരെയായിട്ട് ഞാൻ വന്നിട്ടില്ല, അമ്മയുടെ കാര്യമായിട്ട് ഞാൻ ഒരു ഇതിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫിക്കേഷൻ തരുന്നത്. നമ്മൾ എക്സിബിഷനിസ്റ്റും അല്ല, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്. അപ്പൊ പ്രവർത്തിക്കുന്നവരെ എന്തോ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന മാനേജറിന്റെ പേരിലാണ് പ്രശ്നം ഉണ്ടായത്. അല്ല, അത് വേറെ ആരോ പുള്ളിക്കാരത്ത് പറഞ്ഞു കൊടുക്കുന്നു. നീനാക്കുറുപ്പ് പറഞ്ഞെന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ പറയരുതല്ലോ, നേരിട്ട് കേട്ടാലേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതോറിറ്റീസിനെ ഏൽപ്പിക്കണം. നമുക്കിവിടെ ഒരു നിയമ ഇതുണ്ടല്ലോ, അതായത് പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ കൊണ്ടേ കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറൊരാള് പറഞ്ഞു. അതെ, ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ സ്റ്റേജ് ഷോസ് നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒറ്റ ബോളൊക്കെ ഉണ്ടാവും. അത് ഞാൻ സ്റ്റേജ് ഇവന്റ്സ് നോക്കുന്നുള്ളൂ. അപ്പൊ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നതല്ലാതെ അല്ലാതെ പേഴ്സണൽ വിളിച്ചിരിക്കുന്നതല്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നു, വേറെ ആള് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്ക് എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി, എന്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാ. ഇപ്പൊ ഇവിടെ വരുന്നവരെല്ലാം എന്റെ അടുത്തുള്ള കറുവപ്പള്ളിയിൽ എന്റെ സുഹൃത്തുക്കളാണ്. മമ്മൂക്ക അത് അവര് ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായ സംസാരങ്ങൾ. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയങ്ക ഇവിടെ ഉണ്ട്. ഞാൻ വന്ന അന്ന് മുതലുള്ള ഇവിടെ മെഡിക്കൽ ക്യാമ്പ് കിടന്നുകൊണ്ടിരിക്കുക. എന്നെ കുറിച്ച് ഇവിടെ എന്തെങ്കിലും ആരോപണം, ഇതിപ്പോ കാശ് കൊടുത്തോണ്ട് ഇവിടെ ഇരുന്നുകൊണ്ടേ വിളിച്ചത്.
ആരോപണങ്ങളോ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഏതെങ്കിലും, അതായത് നമ്മുടെ മെമ്പേഴ്സിന് എല്ലാവർക്കും ചോദിക്കുന്നുണ്ടോ? ടിനിയെ കുറിച്ച്, ടിനി എന്റെ ഒരു സഹപ്രവർത്തകനാണ്, എന്റെ ഹസ്ബൻഡിന്റെയും കൂടെ ഒരു സഹപ്രവർത്തകനാണ്, ഒരുപാട് വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് വരെ ഞങ്ങൾ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഒരു അംശം പോലും ടിനിയുടെ അടുത്ത് ഞങ്ങൾക്കൊരു വൃത്തികേടായിട്ടോ സംസാര രീതിയിലോ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഇതുപോലെ ഒരാളെ വ്യക്തിഗത ചെയ്യുന്നത് തെറ്റാണ്, ഇത് ശരിയല്ല ഈ ചെയ്യുന്നത്. എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ അൻസിബി അല്ല ആരായാലും അമ്മ അസോസിയേഷന്റെ തലമുട്ട കുറച്ച് നല്ല ആൾക്കാരുണ്ട്, ബഹുമാനിക്കുന്ന ആൾക്കാരുണ്ട്, ലാലേട്ടൻ, മമ്മൂക്ക, ഇങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. അവരെ പ്രതിയെങ്കിലും ഇതുപോലെ അമ്മയെ ഇതുപോലെ വൃത്തികേടായി സംസാരിച്ച് ഇതുപോലത്തെ മോശം. നിങ്ങൾ ആദ്യം അമ്മ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ട് നടത്തുന്ന ഇങ്ങനത്തെ പരിപാടികൾ നടത്തുക. AMM എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് തമ്മിലടിച്ചോ? ആ വാക്കിന് കുറച്ചും കൂടി അല്ല, ഏറ്റവും അറ്റ്മോസ്റ്റ് വാല്യൂ ഉള്ള ഒരു വാക്കാണ് അമ്മ. അത് വെച്ചിട്ട് നിങ്ങൾ ഈ കളി കളിക്കരുത് എന്നുള്ള റിക്വസ്റ്റ് ജനങ്ങൾ എന്നുള്ള നിലയ്ക്ക്, ഒരു ജനം, ഒരു എന്താ പറയുക, ഇത് കാണുന്നൊരു വ്യൂവർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. ഇതിനകത്തിപ്പോൾ ടിനി ടോമിൻ്റെ വേർഷൻ കേട്ട് കഴിഞ്ഞാൽ ടിനി ടോമിനെതിരെ ഒരു ഗൂഢാലോചന ഇവർ നടത്തി എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ പറയുന്നത്. ഇത്ര കാലം അൻസിബ എവിടെയും പറഞ്ഞിട്ടില്ല, EC എവിടെയും ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. മിനിറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ജനറൽ ബോഡി EC ഒക്കെ ഒരു മീറ്റിംഗ് കൂടുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും മിനിറ്റ്സ് കാണും, മിനിറ്റ്സിനകത്ത് ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടതുമാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഒരു മെമ്പർക്കുണ്ട് അല്ലെങ്കിൽ EC മെമ്പർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരോട് ബോധിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ മിനിറ്റ്സിൽ കാണും. എന്താണെങ്കിലും ടിനി ടോം പറയുന്നത് ടിനി ടോമിനെതിരെയുള്ള ഗൂഢാലോചനയാണ് അൻസിബി ആൻഡ് ടീം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവർ ആ രീതിക്കാണ് സംസാരിക്കുന്നത്. ആൻഡ് അത് പറയാൻ വേണ്ടിയിട്ട് പ്രിയങ്കനെ വിളിച്ചുകൊണ്ടുവന്നു. അവർ പറഞ്ഞു ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മളൊക്കെ സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പറയാം. അതൊരു പോയിൻ്റാണ്. നീന കുറുപ്പിൻ്റെ പരാതി കത്തിനകത്തും പരാതി കൊടുത്തതിലും ഉള്ളത് അതിഭീകരമായിട്ടുള്ള മോശം വാക്കുകൾ ഉപയോഗിച്ചു, തല്ലാൻ പോയി, പിടിച്ചു മാറ്റിയപ്പോഴാണ് മാറിപ്പോയത് എന്നൊക്കെയാണ് അവർ പരാതിയിൽ കൊടുത്തിട്ടുള്ളത്. സോ നീന കുറുപ്പിൻ്റെ ആ പരാതിയായിട്ട് അത് എനിക്ക് തോന്നുന്നത് AMM അത് അവരുടെ ഇൻറ്റേർണലി അവർക്ക് അന്വേഷിക്കാം, അവർക്ക് അതിൻ്റെ ആക്ഷൻസ് എടുക്കാം. പക്ഷേ അതിൽ കൂടുതലായിട്ടത് പോലീസിന് കൊടുക്കണം. കാരണം ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തെറി വിളിച്ചതും ഉപദ്രവിക്കാൻ വയലൻസിന് പോയതുമാണ്. അത് AMMയുടെ ഉള്ളിൽ മാത്രം ഇരുത്തിക്കൊണ്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അപ്പോൾ അത് പുറത്ത് പോലീസിന് കൊടുക്കണം ആ കേസ് അവർ. പിന്നെ ഇതിനകത്ത് അൻസിബയ്ക്ക് ഈ ECക്കകത്ത് തന്നെ ഇവരുടെ എക്സിക്യൂട്ടീവ് ഉള്ള ഒരു ലേഡി അല്ലെങ്കിൽ ലേഡി അല്ലെങ്കിൽ എന്ന് പറയുന്നില്ല, ഒരു വ്യക്തിയായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് അൻസിബ എന്നല്ല ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മെസ്സേജ് അൻസിബ അയച്ച സമയത്ത് ആ മെസ്സേജ് കാരണം ഈ എക്സിക്യൂട്ടീവിലുള്ള ലേഡിയുടെ ജീവിതം തകർന്നു. ഭാര്യ ഭർത്താവും തമ്മിൽ അടിയായി എന്ന് പറഞ്ഞിട്ട് തൃപ്പൂണിത്തറ സ്റ്റേഷനിൽ അൻസിബയ്ക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ ഒരു 3 മണിക്കൂർ പോലീസുകാർ അൻസിബേനെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യാനും കാര്യങ്ങൾ ചോദിക്കാനും വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വളരെ മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അൻസിബയ്ക്ക് ഉണ്ടായത് എന്നും അത് തിരിച്ചു വന്ന് AMMയുടെ എക്സിക്യൂട്ടീവിൽ പറഞ്ഞ സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ സംഘടനയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് സംഘടന സൈഡ് ലൈൻ ചെയ്തു. അതും ഒരു കാരണമാണ് എന്ന് അൻസിബ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. എനിക്കെതിരെ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്തു. അന്ന് ഞാൻ മാക്സിമം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പരാതി അയച്ചതാണ്, ഞാൻ പറഞ്ഞതാണ് ഇത് നിങ്ങൾ അന്വേഷിക്കണമെന്ന്. 2 ഭാരവാഹികൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ഒരു സംഘടനയിൽ 2 ഭാരവാഹികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആ സംഘടനയിൽ ന്യായമായിട്ട് എന്താ ചെയ്യുക? പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൻ്റെ മുന്നേ ഇവിടെ വന്ന് പരിഹരിക്കുമെന്ന് കോമൺ സെൻസുള്ള ആളുകൾ പറയുമോ പറയില്ലേ? നിങ്ങളതിന് ഉത്തരം പറ. ടിനി ടോം ചേട്ടൻ ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടത് ഇങ്ങനെയുള്ള ഊള കേസൊന്നും ഇവിടെ എടുക്കാൻ പറ്റൂല എന്നാണ്. ഗൂഢാലോചന നടന്ന എനിക്കെതിരെ നടന്ന് ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞ് വളച്ചൊടിച്ച് എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്ത് 3 മണിക്കൂർ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഹറാസ് ചെയ്യപ്പെട്ടു ലിറ്ററലി. അതിൻ്റെ ട്രോമ മാറിയിട്ടില്ല എനിക്കിപ്പോഴും. ഇപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ആലോചിക്കും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്, ഒരു കാര്യമില്ലാതെ. അത് ഞാൻ കമ്മിറ്റിയിൽ എൻ്റെ അഭിപ്രായങ്ങൾ, ഞാൻ എല്ലാ അഭിപ്രായത്തോടും യോജിച്ച് പോകുന്നില്ല. എനിക്ക്
താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന അഭിപ്രായത്തോട് ഞാൻ കൂടെ നിൽക്കാറുണ്ട്. തെറ്റാണെന്ന് തോന്നുന്നതിൻ്റെ കൂടെ ഞാൻ നിൽക്കാറുമില്ല. എൻ്റെ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്, മിനിറ്റ്സിൽ അത് എഴുതാറുമുണ്ട്. അത് പറയുമ്പോഴുള്ള ഫീലിങ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ എന്നോട് ഡയറക്റ്റ് അല്ല പറഞ്ഞത്, അദ്ദേഹം പല മെമ്പേഴ്സിനോടും ഒക്കെയാണ് പറഞ്ഞത്. അവരെല്ലാവരും സാക്ഷി പറയാൻ വരുമോ എന്നൊന്നും എനിക്കറിയില്ല. അതിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള നീന കുറുപ്പ് ചേച്ചി അത് കേട്ടിട്ടുമുണ്ട്, ചേച്ചി എന്നോടത് പറഞ്ഞിട്ടുമുണ്ട്. നീന ചേച്ചി എന്നോടത് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളോട് ഫോൺ വിളിച്ച് സംസാരിക്കാൻ പോലും തോന്നുന്നു. അതായത് ഞാൻ പറഞ്ഞത് അമ്പലമാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെന്നുണ്ടെങ്കിലും ഒരു ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ചെയ്യാൻ പാടില്ല, ഡൊണേഷൻ വാങ്ങിക്കാം. അമ്മ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ആ ആക്ട് പ്രകാരം ഡൊണേഷനാണ് വാങ്ങിക്കേണ്ടത്. ഞാൻ നമ്മുടെ കുടുംബസംഗമത്തിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു മതസ്ഥാപനത്തിനും കൊടുക്കരുത് എന്ന് പറഞ്ഞ ആ സമയം തൊട്ട് ഞാൻ വർഗീയവാദിയാണ്. ആ സമയം തൊട്ട് അത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ ഒരാഴ്ചക്കകത്താണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ വ്യാജ പരാതി പോയത്. ഇത്രയൊക്കെ നടക്കുമ്പോൾ ഗൂഢാലോചന ഏത് ഭാഗത്തുനിന്നാണ് വന്നത് എന്ന് തിരിച്ചും ചിന്തിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഇനി ഞാൻ ഫ്യൂച്ചറിൽ എന്തൊക്കെ അനുഭവിക്കാൻ പോകണമെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ. ഓക്കെ, അപ്പോൾ ഇതാണ് അൻസിബ ഇന്നലെ മീഡിയസിനെ കണ്ട് സംസാരിച്ചത്. ആക്ച്വലി ഇന്ന് ഒരു റിപ്പോർട്ടറിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബൈറ്റ് കൊടുത്തു എന്നുള്ളതാണ് ഞാൻ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് വേണമെങ്കിൽ റെലവൻ്റ് ആണെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇത് വന്ന വഴി മനസ്സിലായോ? അതായത് ഇതിനകത്ത് ഈഗോ ക്ലാഷുകളാണ് ഇവരൊക്കെ തമ്മിലുള്ള. ഓക്കെ, പിന്നെ സ്ഥാനമാനങ്ങൾ വേണമെന്നുള്ള അതിയായ ആഗ്രഹങ്ങൾ, പിന്നെ കൈയിട്ട് വാരലുണ്ടാവുമല്ലോ ഒബിയസ്ലി. ഇപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് കൈയിട്ട് വാരാം എന്നുള്ള രീതിക്ക് നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതിനൊക്കെ ഒരു പ്രൂഫ് വേണം. അങ്ങനെ ഇരുന്ന് പറയാൻ പറ്റില്ല. മാരിയിരിക്കാം, അല്ലെങ്കിൽ അധികാരം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ബട്ട് സ്റ്റിൽ അമ്മയുടെ മക്കളെന്താണെങ്കിലും കൊള്ളാം. തമ്മിലടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഗ്രാവിറ്റി വിട്ട തമ്മിലടിയാണ് ഇവരൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ടിനി ടോമിൻ്റെ മകൻ്റെ ആ ഒരു ഇഷ്യൂയിലേക്ക് നമുക്ക് വരാം. ഈ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ടിനി ടോമിൻ്റെ മകൻ ഒരു ഹമ്പിൻ്റെ അവിടെ വണ്ടി, ടിനി ടോമിൻ്റെ കയ്യിലുള്ളൊരു ഫോർഡ് മസ്താങ് വണ്ടി മകൻ കൊണ്ടുപോയി. അതൊരു ഹമ്പ് എത്തിയ സമയത്ത് സ്ലോ ഡൗൺ ചെയ്തു. പിന്നെ റേസ് ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ടുള്ള ശബ്ദത്തിൽ, ഒബിയസ്ലി അറിയാലോ ഫോർഡ് മസ്താങ് ഒക്കെ ആകുമ്പോൾ നല്ല ശബ്ദമുള്ള വണ്ടിയാണ്, ലൗഡാണ്. അപ്പോൾ അതിൻ്റെ ലൗഡ് സൗണ്ട് ഉണ്ടായപ്പോൾ ഈ ഹമ്പിൻ്റെ അടുത്തുള്ള വീട്ടിലുള്ള ഒരു ചേട്ടൻ്റെ കുട്ടി പേടിച്ച് വീണു. അതിനെ തുടർന്ന് ഇവരൊരേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് തോന്നുന്നു. ഈ വില്ലയിൽ താമസിക്കുന്നു, ഇവർ ഫ്ലാറ്റിൽ താമസിക്കുന്നു. അതാണ് വ്യത്യാസം എന്നാണ് ഇഫ് ഐ എം നോട്ട് റോങ്. അല്ലെങ്കിൽ അവർ രണ്ട് വില്ലയിലായിരിക്കാം. എന്തായാലും ഒരു കമ്മ്യൂണിറ്റിക്കകത്താണ് തോന്നുന്നു. ഈ ഹമ്പിൻ്റെ അവിടെ ഈ കുട്ടി വീണ് പേടിച്ച ആ കുട്ടിയുടെ അച്ഛൻ ടിനി ടോമിൻ്റെ മകനുമായിട്ട് ചെറിയ ക്ലാഷ് ആവുന്നു. ടിനി ടോമിൻ്റെ മകനെ വിളിച്ച് സംസാരിക്കുന്നു, ആ ചെക്കൻ തെറി വിളിക്കുന്നു. ഈ ടിനി ടോം പ്രൊവോക്ഡ് ആയി എന്ന് പറഞ്ഞത് ഒരു തരം ബോഡി ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു കേട്ടു. ഇപ്പോൾ ഇത് കൃത്യമായിട്ട് ടിനി ടോമിൻ്റെ മകൻ ഡെലിവർ ചെയ്യുന്നത് നമുക്ക് ആ വീഡിയോനകത്ത് കാണാം. ഈസ് ലൈക്ക് വെരി മച്ച് പ്രൊവോക്ഡ്. ഈ വീഡിയോ അന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് വിഷയം. എന്തെങ്കിലുമൊക്കെ സംഭവം നമ്മളെ ചുറ്റിപ്പറ്റി വരുമ്പോൾ നമ്മൾ പ്രീവിയസ്ലി നമ്മൾ ഒതുക്കി തീർത്തതോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച വള്ളികളോ തീരാത്ത വിഷയങ്ങളോ വീണ്ടും വീണ്ടും തലപൊക്കി വരും. നമ്മൾ ക്ലാരിറ്റി കൊടുക്കാത്ത വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർ വീണ്ടും എടുത്ത് വെച്ച് ഓഡിറ്റ് ചെയ്യും. ഇപ്പോൾ ഈ മകൻ്റെ കഞ്ചാവ് കേസ് വന്നു. ഓക്കെ, ഈ വീഡിയോനകത്ത് മകൻ ഒരു വണ്ടി ഇടിച്ച് ആക്സിഡൻ്റ് ആക്കി ടോട്ടൽ ലോസ് ആയിപ്പോയി. അന്ന് ഇവൻ കഞ്ചാവാണെന്ന് ഈ ചങ്ങാതി വീഡിയോയിൽ വിളിച്ച് പറയുന്നു. അതിൻ്റെ പേരിലായി കേസാവുന്നു. ഈ ചെക്കൻ വീടിൻ്റെ മുന്നിൽ വന്നിട്ട് ഇയാളെ വെല്ലുവിളിക്കുന്നു. അങ്ങനത്തെ സീനുകളൊക്കെ ഇതിനകത്തുണ്ട്. ടിനി ടോമിന്റെ മകനാണ്. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. കണ്ടോ? വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നത്. നട്ടലുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടാക്കടാ, നീ തെരുവിളിക്കണ എന്തിനാ? തന്നെ പറയണ കേൾക്കണല്ലോ. നീ എന്തിനാ തെരുവിളിക്കണേ? കാരണം പറഞ്ഞ കേട്ടില്ല നീ തെരുവിളിക്കുക. ഞാൻ കൊച്ചാന്ന് പറഞ്ഞ കേട്ടില്ല നീ തെരുവിളിക്കുക. പറഞ്ഞ കേട്ടില്ല നീ തെരുവിളിക്കുക. പറഞ്ഞ കേട്ടില്ല നീ തെരുവിളിക്കുക. പറഞ്ഞ കേട്ടില്ല നീ തെരുവിളിക്കുക. എടുത്തെറിയടാ വൈര്. നീ എറിയടാ, നീ ഇങ്ങോട്ട് നെഞ്ചത്തിട്ട് എറി. നീ ഇപ്പെറി എറിയടാ. നിങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരം നല്ല അടിപൊളിയായിട്ട്. ഇറങ്ങി പോടാ നീ. ടിനി ടോമിന്റെ മോൻ, സിനി ആർട്ടിസ്റ്റ് ടിനി ടോമിന്റെ മോനാണ് ഈ കാണിക്കുന്നത്. എടാ അറച്ചിത്തൂണേ. ടിനി ടോമിന്റെ മകനാണ് ഈ കാണിക്കുന്നത്. ചേട്ടാ
എന്റെ പേര് ശബരീഷ് എന്നാണ്. നീ ആരാ? നീ ഇവനാണ് സംസാരിച്ചാരോന്ന് അറിയണോ? ഇവനാ സംസാരിച്ചത്. പറഞ്ഞു. ടിനി ടോമിന്റെ മകനാണ്. സെലിബ്രിറ്റി ടിനി ടോമിന്റെ മകനാണ്. കഞ്ചാവ് അടിച്ച് കഴിഞ്ഞ അവിടെ പാതാളത്ത് വണ്ടി ആക്സിഡന്റ് ആയി ടോട്ടൽ ലോസിൽ പോയി. ഇപ്പൊ ദേ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കുകയാണ്. എടാ എനിക്ക് കുറച്ച് പ്രൊജക്ട് ഓ റിയലി അവിടെ നിന്ന് ഒരാളെ വണ്ടി ഡമ്പിലൊക്കെ മറ്റേ പ്ലേറ്റ് എടുത്തിട്ടെ ഞാനിരുന്ന് എറിയും. വന്ന് എറിയടാ, നീ ധൈര്യം ഉണ്ടെങ്കിൽ വിട്ടിട്ട് നീ ഇങ്ങോട്ട് വാടാ. വേറെ കാര്യം പറയാലോ. നീ കേറിവാടാ. എനിക്ക് ഇച്ചിരി ബുദ്ധിയുണ്ട്, പ്രോട്ടീൻ പൗഡർ മാത്രമല്ല. ടിനി ടോമിന്റെ മോനാണ് കേട്ടോ ചേട്ടാ. വിജയ് മോഹൻ പൊളി ഇവിടുത്തെ പ്രസിഡന്റാ. നിങ്ങൾക്ക് ഇതല്ല പ്രശ്നം. വിജയ് മോഹൻ എന്റെ ആരാ? നിങ്ങളുടെ നിക്കണ വില്ലയുടെ പ്രസിഡന്റ് ഇവിടുത്തെ അസോസിയേഷന്റെ വില്ലയുടെ പ്രസിഡന്റാ. വില്ലയാളുടെ പേരിലല്ലല്ലോ. വില്ലയാളുടെ പേരിലല്ലല്ലോ. എന്റെ പേരിലാ. എന്റെ പേരിലാ. കേട്ടല്ലോ, ചെക്കൻ്റെ ബോഡി ലാംഗ്വേജ് കുറച്ച് സീനാണ്. ഇവർ ഈ വിഷയം ഉണ്ടായ സമയത്ത് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത വ്യക്തി ഈ പയ്യനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ അയാൾ ഫോണിൽ വളരെ മാന്യമായിട്ടാണ്, ബിക്കോസ് അയാൾ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം അയാൾ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അയാൾ പ്രൊവോക്ഡ് ആവുന്നില്ല. ഈ ചെക്കൻ തെറി വിളിക്കുന്നുണ്ട്. ചെക്കൻ തെറി വിളിച്ച സമയത്ത് ഈ ചങ്ങാതി തിരിച്ചൊന്നും പറയുന്നില്ല. പിന്നെ ഇത് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് ടിനി ടോം രാഷ്ട്രീയക്കാർ മുതൽ അങ്ങോട്ട് പോലീസുകാർ മുതൽ തലപ്പത്തുള്ളവരൊക്കെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് അങ്ങനെ ഒരു സീനൊക്കെ ആക്കി കേസ് ഇയാളെ പേരിൽ വേണമെങ്കിൽ തിരിക്കും എന്നുള്ള രീതിക്ക് വരെ ആക്കി നോക്കി. ഈ വ്യക്തി വീണ്ടും ലൈവ് ഇട്ടിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം കൊണ്ടല്ല, ഇന്നലെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ മകനിൽ നിന്നും വളരെ മോശമായിട്ട് ഒരു ബിഹേവിയർ എനിക്കുണ്ടായിരുന്നു. ഓക്കെ, 4 മണിക്ക് ഞാനും എൻ്റെ മകനും കാർ പോർച്ചിൽ കളിക്കുമ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ ആഡം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ആ പയ്യന്റെ മുസ്താങ്ങിന്റെ നമ്പർ ഞാൻ പറയാം, KL16W7000 എന്ന് പറയുന്ന മസ്താങ്. ഒപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു, എനിക്കറിയില്ല ആരാണെന്ന്. പോകുമ്പോൾ വീടിന്റെ സൈഡിലുള്ള ഒരു ഹമ്പിൽ നന്നായി റേസ് ചെയ്യിച്ചപ്പോൾ എൻ്റെ മോൻ ഭയങ്കരമായിട്ട് പേടിച്ചു. ഓക്കെ, ഇതിനെ തുടർന്ന് ഞാൻ ഈ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ മോനെ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം, മീൻസ് ത്രോട്ടിലിൽ നിന്ന് കാലെടുക്കണം. എൻ്റെ മോൻ പേടിച്ചു, അവൻ വീണു, ഭയത്തിനൊന്നും പറ്റിയില്ല. സോ നെക്സ്റ്റ് ടൈം യു ടേക്ക് കെയർ എന്ന് പറഞ്ഞപ്പോൾ വളരെ അരഗണ്ടായിട്ട് എന്നോട് സംസാരിക്കായിരുന്നു ഉണ്ടായത്. ഞാൻ ആ ഒരു ഫസ്റ്റ് കോൾ റെക്കോർഡ് ചെയ്തില്ല. അരഗണ്ടായിട്ട് എന്നോട് സംസാരിച്ചിട്ട് എന്നോട് ആ കുട്ടി പറഞ്ഞത്, ഹമ്പിന്റെ അവിടെ എത്തുമ്പോൾ RPM കുറയും, അപ്പോൾ വണ്ടിക്ക് റേസ് ആവുന്നതാണ്. നീ ഇപ്പൊ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി പോയപ്പോൾ ഞാൻ കാര്യം പറഞ്ഞേ, നിനക്ക് പറയാം, നീ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത്, മനസ്സിലായല്ല? അല്ല, നീ മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട കേട്ടല്ല. നീ മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട മോനെ, മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട. വിത്ത് ഓൾ റെസ്പെക്ട്, ദിസ് ഈസ് മൈ. നീ പതുക്കെ പോവാ, നീ വണ്ടിയും കൊണ്ട് പതുക്കെ പോവാ, അത്രേ ഉള്ളൂ കേട്ടോ. ടിനി ടോമിന്റെ മകനാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ടിനി ടോമിന്റെ മകനാണ്. റിവർ സൈഡിലുള്ള വില്ലയിലെ താമസമാണ്. ഇതാണ് എന്റെയൊക്കെ സംസ്കാരം. DYSP മുതലുള്ളവരെ വിളിച്ചേക്കാണ്. ഞാനാണെങ്കിൽ എനിക്ക് ഇത്രയും സ്വാധീനമുണ്ടോ DYSP മുതലുള്ളവരെ? DYSP CA പറഞ്ഞു, DYSP വിളിച്ചു, DYSP CA വിളിച്ചു, അങ്ങനെ ബാക്കിയുള്ള നേതാക്കന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ ഒക്കെ വിളിച്ചു. എന്നിട്ട് ഇവൻ പറയുന്നത് ഞാൻ ഇവനെ മുറി അടച്ചിട്ട് തെറി വിളിച്ചു, ചീത്ത പറഞ്ഞു. സ്റ്റേഷനിൽ എത്തിയിട്ടോ ഇവന് യാതൊരുവിധ മര്യാദയില്ല. കേസ് എല്ലാവർക്കും ഒതുക്കി തീർക്കണം. ടിനി ടോമിന്റെ മോൻ ഇമേജിനെ ബാധിക്കും. ആയിട്ട് മുന്നോട്ട് പോകുമ്പോ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് നേരെ തിരിച്ചും വരുന്നു. എന്തിന്? ഞാൻ കഞ്ചാവെന്ന് പറഞ്ഞു. ഞാൻ കഞ്ചാവെന്ന് യൂസ് ചെയ്തതിന്റെ പേരില് രാവിലെ മുതൽ താക്കീതായിരുന്നു, നീ അത് മാറ്റിക്കളയണം, നിന്റെ പേരിലും കേസ് വരും, അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും. അതിനുശേഷം ഞാൻ അങ്ങോട്ട് ചൂടായപ്പോ റിക്വസ്റ്റ് ആയി, ഒന്ന് മാറ്റി ശബരീഷ തീർക്കണ്ടേ എന്നുള്ള രീതിയിലായി. കേട്ടല്ലോ. അപ്പം ഇത് മകൻ റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ പൊങ്ങി വന്ന വിഷയമാണിത്. മകൻ റിലേറ്റഡ് ആയിട്ട് ആ കേസ് വന്ന സമയത്ത് ഈ സാധനങ്ങൾ വന്നിട്ടില്ല, പക്ഷെ ഇപ്പോഴാണ് ഇത് പൊങ്ങി വന്നത്. ഇപ്പം ഇത് പൊങ്ങി വന്നു. അപ്പോൾ ഇത് ടിനി ടോമിനെതിരെയുള്ള ഒരു ഗൂഢാലോചനയാണോ എന്ന് ടിനി ടോമിന് വേണമെങ്കിൽ ചിന്തിക്കാം.
അൻസിബയ്ക്കും ചിന്തിക്കാം അൻസിബയ്ക്കെതിരെയാണത്. തമ്മിൽ എതിരെയുള്ള ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഇത് ചെയ്തത് കൊണ്ട് ഇവർക്ക് വലിയ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതൊന്നും നമുക്ക് ക്ലിയറായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം, ഈഗോ ഇഷ്യൂസ് ഇതിനകത്തുണ്ട്. ഇവരൊക്കെ തമ്മിൽ, അത് ഏത് സംഘടനയാണെങ്കിലും ഇങ്ങനെ ആകുമ്പോൾ ഈഗോ ഇഷ്യൂസ് ഉള്ളതാണ്. ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ തലപ്പത്തുള്ളവർ അത്രയും സ്ട്രോങ് ആവണം. ഇപ്പോൾ ശ്വേതാ മേനോനും ബാക്കി ടീം അത്ര സ്ട്രോങ് അല്ലാന്നേ ഞാൻ പറയൂ. ഇത് സ്ട്രോങ് ആയിട്ട് ഇടപെടാൻ പറ്റുന്ന AMMA എന്ന് പറഞ്ഞ അസോസിയേഷനിലുള്ള ആൾക്കാർ മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനത്തെ ബെൽറ്റുള്ളവരാണ്. ലാലേട്ടൻ ഓടി രക്ഷപ്പെട്ട്, മമ്മൂക്ക പിന്നെ ഇപ്പോഴൊന്നും വരില്ല തോന്നുന്നു. ഇതൊക്കെ ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ, ഇതിൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് വരാൻ പോകുന്നത് അയാളെ വായനാന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം മമ്മൂട്ടി ഇടപെട്ടാൽ ഇത് തീരും, അല്ലാതെ ആരും ഇത് തീർക്കാൻ കപ്പാസിറ്റി ലാലേട്ടൻ കൊണ്ടൊന്നും ഇത് കൂട്ടിയാൽ കൂടുന്ന വിഷയമല്ല. അതുകൊണ്ട് അയാൾ ആദ്യം ഓടി രക്ഷപ്പെട്ടത്. പിന്നെ ഇപ്പോൾ പ്രസിഡന്റിനാണോ പവർ, ജനറൽ സെക്രട്ടറിക്കാണോ പവർ എന്നുള്ളൊരു അടിയും കൂടി അതിനകത്ത് നടക്കുന്നുണ്ട് ബൈലോ പ്രകാരം. അപ്പം ഇത് അടി ഉണ്ടാക്കാനുള്ള ഒരു സംഘടനയായിട്ട് നിങ്ങൾ അമ്മ എന്നുള്ള പേരും പറഞ്ഞിട്ട് ഇത് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കൊണ്ടുവരാം. ഓക്കെ, സംഘടന നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വെൽഫെയർ സംഘടനയാണ്, ഇത് ചെയ്യണം. കാരണം ആക്ടിങ്ങിൽ നിന്ന് മാറി പെൻഷൻ എടുത്ത് വീട്ടിലിരിക്കുന്ന ഒരു പ്രായത്തിലുള്ള നടന്മാർക്കും നടിമാർക്കും വേറെ വരുമാന സോഴ്സുകൾ ഇല്ലാത്തൊരവസ്ഥ. ഇപ്പം നമുക്കെല്ലാവർക്കും ഇവരുടെ കോടിക്കണക്കിന് സമ്പാദിച്ച ആളുകളുടെ വെൽ സെറ്റിൽഡ് ഫേസേ അറിയും. അങ്ങനെയല്ലാതെ ഒന്നും ഇല്ലാതെ ഒന്നും നടക്കാതെ പോയ കുറേ ആൾക്കാരുണ്ട്. ഇവർ ഈ മെമ്പേഴ്സ് എടുത്തവരെ മാത്രമല്ല തോന്നുന്നു, ബാക്കിയുള്ളവരൊക്കെ സഹായിക്കുന്നുണ്ട്, കിറ്റുകൾ കൊടുക്കുന്നുണ്ട്, അവരുടെ വെൽബീയിങ് നോക്കുന്നുണ്ട്, അവരുടെ ഹോസ്പിറ്റൽ കേസുകൾ നോക്കുക, അങ്ങനെ പല കാര്യങ്ങളും ഇവർ നോക്കുന്നു, ക്യാമ്പുകൾ വെക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. സംഘടന ഈസ് എ പ്രോപ്പർ എന്താ പറയുക വർക്കിംഗ് സ്ട്രക്ചറിൽ കിടിലൻ പരിപാടികൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സംഘടനയാണ്. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ പറയുമ്പോഴും ഈ ഇടവേള ബാബുവിനെ പല സമയത്ത് കളിയാക്കിയെങ്കിലും ഉണ്ടല്ലോ, ഈ ചങ്ങാതി 25 കൊല്ലം ഇത് ഓടിച്ചു കൊണ്ടുപോയതിനെ ഞാൻ സമ്മതിച്ചു. കാരണം ഇത്രയും ആളുകളെ അയാൾ ഇത് എന്തൊക്കെ ചെയ്തു എന്നല്ല സംഘടനയ്ക്ക്, സംഘടനയുടെ മെമ്പേഴ്സിന് ഇതിനെ ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുപോയത് ഇത് ഭയങ്കരമാണ്. ഒരു അമ്പർലയ്ക്ക് അടിയിൽ ഈ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി, മനോഭാവമുള്ള ഈഗോ പിടിച്ച ആളുകളെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ അയാളുടെ സക്സസ് ആണ്. അങ്ങനെ കപ്പാസിറ്റി ഉള്ള ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ AMMA സംഘടന രക്ഷപ്പെടും. അല്ലെങ്കിൽ തമ്മിൽ അടിയും കച്ചറൊക്കെ ആയിട്ട് ഇതേപോലെ അപരാധ കുൽസിത കഥകളുമായിട്ട് ഈ അസോസിയേഷനകത്ത് പല പൊട്ടിത്തെറി നമുക്ക് കേൾക്കാം.